ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. തൻബീഹിൽ വന്ന ചോദ്യം, അധികാരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ അധികാരം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് സമ്പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറ ആലു ഇംറാനിലെ പറയുന്നുണ്ട്, നബിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്. ആലു ഇംറാൻ 26-ാമത്തെ സൂക്തം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുൽ, മുഹമ്മദ് നബിയെ പറയുക, പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ആധിപത്യങ്ങളുടെ അധിപനായിട്ടുള്ള അല്ലാഹുവേ, തുഅ്തിൽ മുൽക, ആധിപത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകവും പാരത്രിക ലോകവും സകലമാന സംഗതികളുടെയും അധികാരം കൈയാളുന്നവൻ. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവന് ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈകളിലാണ് നന്മയുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് തീർച്ച. ഈ ആയത്ത് അവതീർണമാകാനുള്ള ഒരു പശ്ചാത്തലം മഹാനായിട്ടുള്ള ഇമാം അബൂ ജഅഫർ തിബിരി റഹിമഹുല്ലാഹ് ഹിജറ 310 വഫാത്തായിട്ടുള്ള അദ്ദേഹം ജാമിഉൽ ബയാൻ ഫി തഅ്വീലിൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിക്കാണ്, അന്ന നബിയല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅല റബ്ബഹു ജല്ല സനാഉഹു അൻ യജഅല ലഹു മുൽക ഫാരിസ വറൂമ ഫി ഉമ്മതിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുവേ, പേർഷ്യയുടെയും റോമിൻ്റെയും ഒക്കെ അധികാരം എൻ്റെ സമുദായത്തിന് നൽകണമേ, നിശ്ചയിക്കണമേ എന്നുള്ളതാണ്. ഫഅൻസലല്ലാഹു അസ്സ വജൽ, ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഈ വചനം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അധികാരം എന്നുള്ളത് ചില സന്ദർഭത്തിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മഹാനായിട്ടുള്ള യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായമായ സൂറത്ത് യൂസുഫിലെ 55-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഖാല ജഅൽനി, ഖാല എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഇജഅൽനി, എന്നെ നിശ്ചയിക്കണമേ, അലാ ഖസാഇനിൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താക്കോലുകളുടെ സൂക്ഷിപ്പുകാരൻ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവനായി എന്നെ നിശ്ചയിക്കണമേ എന്ന് പറഞ്ഞാൽ മിസ്റിലെ, ഈജിപ്തിലെ ഖജനാവ്. ഇന്നി ഹഫീളുൻ അലീം, തീർച്ചയായും ഞാൻ അത് സംരക്ഷിക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആ രാജ്യത്തെ ഭരണാധികാരിയോട് തനിക്ക് ഈ അധികാരം ഏൽപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഭവമാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അധികാരം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ചോദിക്കാം. ഇതിൻ്റെ ഒരു വിശദീകരണം മഹാനായിട്ടുള്ള ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഇമാം അബു അബ്ദുള്ള ഷംസുദ്ദീൻ അൽ ഖുർത്തുബി ഹിജറ 671 വഫാത്തായ അദ്ദേഹം അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്, ഫൽ ജവാബു അവ്വലൻ അന്ന യൂസുഫ് അലൈഹിസ്സലാം ഇന്നമാ ത്വലബൽ വിലായത ലിഅന്നഹു അലിമ അന്നഹു ലാ അഹദ യഖൂമു മഖാമഹു ഫിൽ അദ്ലി വൽ ഇസ്ലാഹി വ തൗസീലിൽ ഫുഖറാഇ ഇലാ ഹുഖൂഖിഹിം ഫറഅ അന്ന ദാലിക ഫർളുൻ മുതഅയ്യിനുൻ അലൈഹി ഫഇന്നഹു ലം യകുൻ ഹുനാക ഗൈറുഹു. അതായത്
അദ്ദേഹം എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരം ചോദിച്ചു വാങ്ങിയത് അല്ലെങ്കിൽ ചോദിച്ചത് എന്നതിനുള്ള ഉത്തരം യൂസുഫ് അലൈഹി സ്വലാം അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അവിടെ ദരിദ്രന്മാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ജനങ്ങൾക്കിടയിൽ നീതിയും നന്മയും നടപ്പാക്കുവാനും ഒരാളും ഇല്ല എന്ന് കണ്ട സന്ദർഭത്തിലാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലായത്ത്, അധികാരം ചോദിച്ചത് എന്നാണ്. ഇതുപോലെ നീതിയും നന്മയും നടപ്പാക്കുവാനും ദുർബല ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും മറ്റാരുമില്ല എന്ന് കണ്ട സന്ദർഭത്തിൽ താനത് ഏറ്റെടുക്കുക, അത് ചോദിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു നിർബന്ധ കാര്യമായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് മഹാനായിട്ടുള്ള അബു അബ്ദുള്ള ഷംസുദ്ദീൻ അൽ ഖുർത്തുബി റഹിമഹുല്ല തൻ്റെ അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സാഹചര്യത്തിനനുസൃതമായിരിക്കും നമ്മൾ അധികാരം ചോദിക്കുന്നതും അധികാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ. നിങ്ങൾ നോക്കൂ, പിന്നെ നബിയുടെ കാലത്ത് ഇപ്പോൾ പള്ളിയിൽ ഇമാമ് നിൽക്കാൻ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്നെ ഇമാമായി നിശ്ചയിക്കൂ. അങ്ങനെ ഇമാം റസൂലുള്ള നിശ്ചയിച്ചിട്ടുണ്ട്. ഇമാം നസായിയുടെ സുനനിൽ 672 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യണം, ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി, അള്ളാഹിന്റെ റസൂലെ എന്നെ എൻ്റെ ജനതയുടെ നേതാവായി നിശ്ചയിക്കണമേ. ഫഖാൽ, അപ്പോൾ റസൂൽ പറയാണ്, അൻത ഇമാമുഹും, നീ അവരുടെ ഇമാമാണ്. വഖ്തദി ബി അൽആഫിഹിം, അവരിലെ ദുർബലന്മാരെ നീ അറിഞ്ഞ് അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദുർബലന്മാരായ ആളുകളെയൊക്കെ നീ കണ്ട് പരിഗണിച്ച് അവരെയൊക്കെ ഒപ്പം കൊണ്ടുപോകണം എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ അധികാരം ചോദിക്കുകയും അധികാരത്തിന് ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ചില ഘട്ടങ്ങളിൽ. അതേത് ഘട്ടമാണ്? ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ, മറ്റുള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ ആ രാജ്യത്തെ പാവപ്പെട്ടവരും ദുർബലന്മാരുമായ ആളുകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടും. അവിടെ നീതി നടപ്പാകുകയില്ല, നന്മ നടപ്പാകുകയില്ല. ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ, ഞാൻ വന്നാൽ, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നാൽ അവിടെ നന്മയും നീതിയും നടപ്പാകും, ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അവർക്ക് ലഭ്യമാകും എന്നുള്ള ഒരു ഘട്ടം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അധികാരം ചോദിക്കുന്നതിനോ ആ അധികാരം ഇന്നയാൾക്ക് കിട്ടണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനോ വിരോധമില്ല എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. എന്ന് മാത്രമല്ല, പൊതുവെ ഒരുപാട് ആളുകൾ, നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, ആ ഇന്ന സ്ഥാനത്ത് അധികാരത്തിൽ വന്ന് ഈ പറഞ്ഞതുപോലെ ഒരു അമാനത്താണല്ലോ അധികാരം എന്ന് പറഞ്ഞാൽ, ഈ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ വകവെച്ചു കൊടുത്ത് അവിടെ സുരക്ഷിതത്വം നിർഭയത്വം ഒക്കെ ഉറപ്പുവരുത്തി അള്ളാഹു ചോദ്യം ചെയ്യും അധികാരത്തെക്കുറിച്ച്. അപ്പോൾ ആ ഒരു നില, ആ ഒരു ഭരണാധികാരം പിന്നെ അവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്ത് വേണ്ട, അധികാരം ചോദിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ചില ഹദീസുകൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹിൽ 7146 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട്. ആ വചനം, അത് ഇമാം ബുഖാരി കൊടുക്കുന്ന അധ്യായത്തിൻ്റെ പേര് കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ് അധ്യായത്തിൻ്റെ പേര്? ബാബു മല്ലം യസ് അലിൽ ഇമാറത്ത് ആനഹുല്ലാഹു അലൈഹാ. ഇമാറത്ത്, അധികാരം ചോദിക്കാത്തവന് അത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങാതെ അവിടെ ഒരാൾ നിയുക്തനായി എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു സഹായം നൽകും എന്നാണ് ഈ ബാബിൻ്റെ പേര് തന്നെ. എന്നിട്ട് ഇമാം ബുഖാരി കൊടുക്കുന്ന ഹദീസ് എന്താ അറിയോ? അൻ അബ്ദുറഹ്മാൻ ബിൻ സമുറത റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ബിൻ സമുറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ബിൻ സമുറ, അബ്ദുറഹ്മാൻ ബിൻ സമുറയെ, ലാ തസ്അലിൽ ഇമാറ, നീ അധികാരം ഇമാറത്ത് ചോദിക്കരുത്. ഫഇന്നക, തീർച്ചയായും നീ, ഇൻ ഉഅ്തിതഹ അൻ മസ്അലത്തിൻ വുകിൽത ഇലൈഹാ,
നീ അധികാരം ചോദിച്ചു വാങ്ങിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിന്നിലേക്ക് ഏൽപ്പിക്കപ്പെടും. അത് എന്നാ പറയുന്നത്, വുക്കിൽത ഇലൈഹ, അത് പിന്നെ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന, അതായത് അള്ളാഹിൻ്റെ സഹായം കിട്ടുകയില്ല എന്നർത്ഥം. അധികാരം ചോദിച്ചു വാങ്ങിയാൽ, എന്നാൽ അത് നമ്മൾ ആഗ്രഹിക്കാതെ ചോദിച്ചു വാങ്ങാതെ സ്വയം പിന്നെ സാഹചര്യങ്ങളിൽ നമുക്ക് വന്നെത്തിയാലോ, വൈൻ ഊതീതഹ അൻ ഗൈരി മസ്അലത്തിൻ ഉഇൻത അലൈഹ, ചോദിക്കാതെ കിട്ടിയാലോ ഉഇൻത അലൈഹ, നിനക്ക് അള്ളാഹിൻ്റെ സഹായം ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അധികാരം പൊതുവേ നമ്മൾ ചോദിച്ച് വാങ്ങാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അത് ചോദിക്കേണ്ടതും അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമൊക്കെ എന്ന് മനസ്സിലാക്കുക. നീതിയും നന്മയും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നീതിയും നന്മയുമുള്ള ഒരാൾ, ജനങ്ങളുടെ അമാനത്ത് അത് കൃത്യമായി നിറവേറ്റുമെന്നുള്ള ബോധ്യമുള്ള ഒരാൾ, അയാൾ ആ അധികാരത്തിന് വേണ്ടി അത് ചോദിക്കുകയോ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ 7148 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നകും സതഹരിസൂന അലൽ ഇമാറ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, തീർച്ചയായും നിങ്ങൾ അധികാരത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നു. സതഹരിസൂന, അധികാരം വഴിയെ നിങ്ങൾ അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യും, ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിനോടൊരു ഹെർസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല താല്പര്യമുള്ള ആളുകളാണ്. പക്ഷേ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അത് ദുഃഖമായി മാറുക തന്നെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് കൃത്യമായിട്ട് പ്രജകളുടെ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകാതെ അവരോടുള്ള അമാനത്തിൽ വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദുഃഖകരം, അള്ളാഹുവിൻ്റെ കോടതിയിൽ ദുഃഖകരമായി മാറും എന്നാണ് റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് പറയാനുള്ളത്, ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയവാദികൾ, അതുപോലെ തന്നെ നീതിയും നന്മയുമില്ലാത്തവർ, ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവർ, അഴിമതി നടത്തുന്ന ആളുകൾ, പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നവർ, പൊതുമുതൽ വൃഥാ നശിപ്പിക്കുന്നവർ, രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മ ആഗ്രഹിക്കാത്തവർ, അങ്ങനെയുള്ളവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും നീതിയും നന്മയും ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കുന്ന ആത്മാർത്ഥമായ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ അധികാരത്തിൽ വരാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.